ആൻസൈറ്റി, ഡിപ്രഷൻ ഇതേപോലുള്ള എന്തെങ്കിലും കണ്ടീഷൻ കാരണം വലയുന്ന ആരെങ്കിലും ആണോ നിങ്ങൾ? ആരെങ്കിലോടും ഇത് പറയാൻ പറ്റാതെ ഭയങ്കരമായിട്ട് സഫർ ചെയ്യുന്ന ആൾക്കാരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിരിക്കണം കേട്ടോ. അപ്പം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് മനസ്സിലായല്ലോ. ഡിപ്രഷനും അതേപോലെ തന്നെ ആൻസൈറ്റി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണം വലയുന്ന ആൾക്കാരാണ്. നിങ്ങളെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അങ്ങേയറ്റമാണ്. അതായത് നിങ്ങൾക്ക് സെൽഫ് ഹാം, സ്വയം ഉപദ്രവിക്കുക, പിന്നെ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുക, ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഒരു സന്തോഷം കിട്ടാതിരിക്കുക, നമ്മളല്ലാതാവുന്നൊരവസ്ഥയിലായി തീരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിരിക്കണം. കറക്റ്റായിട്ട് മെഡിക്കേഷൻ എടുക്കേണ്ട കാര്യമാണെങ്കിൽ അതിന് കറക്റ്റായിട്ട് മെഡിസിൻ എടുത്ത് തന്നെ നിങ്ങൾ മാറ്റുക. മെഡിസിൻ ഒരു പരിധി വരെ അതിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കി ഫുള്ള് നമ്മുടെ കയ്യിലാട്ടോ ഉള്ളത്. അപ്പം അതെങ്ങനെയാണെന്നാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അതിപ്പോൾ എങ്ങനെ പറ്റും? നിങ്ങളുടെ ഉള്ളിലെ പോസിറ്റീവ്സ്, നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റീവ്സ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കിയെടുക്കണം. അപ്പം മിക്കവരും പറയും, അയ്യോ സമയമില്ല, ഇതൊക്കെ എങ്ങനെ ചെയ്യും, ഒട്ടും സമയമില്ല എന്ന്. ഇതിന് വേണ്ടി ഡെയിലി ഒരു 10 മിനിറ്റ്, മാക്സിമം ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ മിനിമം നമ്മൾ എന്ത് ചെയ്യണം? മാറ്റി വെച്ചിരിക്കണം. ആദ്യം ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് വെച്ചാൽ നമ്മുടെ നെഗറ്റീവ്സ് എന്താണ്, പോസിറ്റീവ്സ് എന്താണ്, റാൻഡായിട്ട് ഒരു ബുക്ക് എടുക്കുക. ഒരു ബുക്ക് എടുത്തിട്ട് അതിനകത്ത് എന്താണ് നമ്മുടെ പോസിറ്റീവ്സ്, എന്താണ് നമ്മുടെ നെഗറ്റീവ്സ്, അത് എഴുതി വെക്കുക. തീർച്ചയായിട്ടും നമ്മൾ എഴുതുന്ന ആദ്യത്തെ ദിവസം നമ്മുടെ പോസിറ്റീവ്സ് നമുക്ക് കിട്ടത്തില്ല. 1-2 പേജ് വേണമെങ്കിൽ നമുക്ക് നെഗറ്റീവ്സ് എഴുതി വെക്കാൻ പറ്റും. പക്ഷേ ഉറപ്പാണ് നമുക്ക് പോസിറ്റീവ്സ് മിനിമം അല്ല, മാക്സിമം 1 അല്ലെങ്കിൽ 2, ഇതിൽ കൂടുതൽ നമ്മുടെ പോസിറ്റീവ്സ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാവും, അയ്യോ ഇത്രയും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ നെഗറ്റീവ് എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ഭയങ്കര ഓവർ ടെൻഷനായിട്ടുള്ള ആളായിരിക്കും. ഓക്കെ, ചുമ്മാ പാസ്റ്റ് ആലോചിച്ച് ഇപ്പോഴും വിഷമിക്കുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. ഇത് മാത്രമേ നമ്മൾ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ, അതായിരിക്കും ചിലപ്പോൾ നമ്മുടെ വിഷമം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ 1 by 1 ആയിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ നെഗറ്റീവ്സ് മാത്രം ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. എന്നിട്ട് കുറച്ചായിട്ട് വായിച്ചു നോക്കുക. അപ്പം നമ്മളിങ്ങനെ എനിക്ക് ഇത്രയും നെഗറ്റീവ്സോ, അത് നമ്മളെ കൊണ്ട് പറ്റുന്ന, അതായത് ഫസ്റ്റ് തന്നെ ഒരുപാട് എഫേർട്ട് ഇട്ട് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ കൊണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരെണ്ണം അണ്ടർലൈൻ ചെയ്യുക. എന്നിട്ട് വരുന്ന നെക്സ്റ്റ് 2 വീക്സോ 1 വീക്കോ ആ കാര്യം നമ്മൾ ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ കുറച്ച് കോൺഷ്യസ് ആയിട്ട് നമ്മളത് ശ്രമിക്കുക. അങ്ങനെ നമുക്ക് 1 by 1 അത് മാറ്റിയെടുക്കാവുന്നതാണ്. നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക, ഇതാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പം നമുക്ക് തന്നെ കുറച്ച് ദിവസം ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം ഭയങ്കര ഒരു ഇതൊക്കെ കാണും കേട്ടോ. അതായത് എനിക്ക് പിന്നെയും ചെയ്യാൻ തോന്നുന്നു. പക്ഷെ അതൊക്കെ നമ്മൾ പിടിച്ചിരുത്തി അതൊക്കെ പിടിച്ചിരുത്താനായിട്ട് കുറച്ച് പാടാട്ടോ. അങ്ങനെയുള്ള കേസുകളിൽ മെഡിറ്റേഷനൊക്കെ ചെയ്യണം കേട്ടോ. ഏറ്റവും കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നെഗറ്റീവ്സും പിന്നെ നമ്മുടെ പോസിറ്റീവ്സും ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് നമ്മുടെ നെഗറ്റീവ്സിനെ ഇങ്ങനെ മാറ്റി വരാമെന്നുള്ളതാണ്. പിന്നെ ചെയ്യാവുന്ന കാര്യമാണ് നമ്മുടെ തോട്ട്സ് ഡയറി എഴുതാന്നുള്ളത്. തോട്ട്സ് ഡയറി എന്ന് വെച്ചാലും വളരെ എളുപ്പമാണ് കേട്ടോ. അതായത് ഇപ്പം നമുക്ക് ഫസ്റ്റ് നമുക്കൊരു ബുക്ക് തന്നെയാണ് ഇവിടെ വേണ്ടുന്നത്. ഫസ്റ്റ് നമ്മൾ ടൈമും ഡേറ്റും എഴുതണം. അതായത് ഏത് ദിവസം ഏത് സമയത്താണ് എനിക്ക് തോന്നിയത് ഇങ്ങനൊരു തോട്ട്, എന്ത് സിറ്റുവേഷനിലാണ് തോന്നിയത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇന്ന് ജോലിക്ക് പോവുകയാണ്. അപ്പോൾ രാവിലെ ഒരു 9 മണിയായപ്പോഴാണ് ഞാൻ സ്ഥലത്തെത്തിയത്. അവിടെ ചെന്ന ഉടനെ ഞാൻ അവിടെ എൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിനെ കണ്ട്. അപ്പോൾ അവരെന്നെ കണ്ടോണ്ട് ഇങ്ങനെ മുഖമൊക്കെ വീർപ്പിച്ചിങ്ങനെ ഇരിക്കുന്നു. അതാണ് എൻ്റെ സിറ്റുവേഷൻ എന്ന് വിചാരിക്കുക. അപ്പം അതാണ് ഫസ്റ്റ് നമ്മുടെ ടൈം ആൻഡ് ഡേറ്റ്, ദെൻ സിറ്റുവേഷൻ. അടുത്ത് എഴുതേണ്ടത് ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ വന്ന നെഗറ്റീവ് തോട്ട്സ് എന്താണെന്നാണ്. നെഗറ്റീവ് ഇപ്പോൾ ആ സമയത്ത് എനിക്ക് ഇവരെന്താ എന്നെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്, ഇവർക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ട്, അപ്പോൾ അങ്ങനെ കുറേ തോട്ട്സ് നമ്മൾ വരും. സത്യം പറഞ്ഞാൽ അതൊന്നും ആയിരിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സുകൾ, അപ്പോൾ നമ്മുടെ മൂഡ് അതേപോലെ ഡിപ്രസ്ഡ് ആവും. അവരുടെ ഫേസ് കണ്ടിട്ട് നമ്മളെ വിലയിരുത്തുമ്പോഴത്തേക്ക് നമ്മളും അതേപോലെ വരുവാണ്. അപ്പോൾ അങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സുകൾ എഴുതും. അപ്പോൾ ടൈം ആൻഡ് ഡേറ്റായി, സിറ്റുവേഷനായി, നെഗറ്റീവ് തോട്ട്സായി. ഇനി നമുക്ക് അപ്പം തന്നെ മാറ്റി ചിന്തിക്കാം. ഓൾട്ടർനേറ്റീവ് തോട്ട്സ്, അതായത് ഇപ്പോൾ നമുക്ക് മനസ്സിൽ തന്നെ പറയാം, അവരുടെ ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നം കാണുമായിരിക്കും, അല്ലെങ്കിൽ ഇന്ന് അവർ കുറച്ച് ലേറ്റായി വെപ്രാളത്തിൽ വന്നുകൊണ്ടായിരിക്കും മുഖം അങ്ങനെ ഇരിക്കുന്നത്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? 1 by 1 ആയിട്ട് അതിനെ നമ്മൾ ആലോചിച്ച് കൂട്ടിയ നെഗറ്റീവ് തോട്ട്സ് ഉണ്ടല്ലോ, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ഓൾട്ടർനേറ്റീവ് തോട്ട്സുകൾ എഴുതാൻ പറ്റും. ഇനി അതും കഴിഞ്ഞിട്ട് വരാൻ പറ്റുന്നതാണ് എവിഡൻസുകൾ. അതായത് നമ്മുടെ ചിന്തകൾ തെറ്റായിരുന്നു എന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും എവിഡൻസ് നമുക്ക് കിട്ടും. ചിലപ്പോൾ അന്ന് കിട്ടണമെന്നില്ല, ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഇന്ന് കിട്ടിയ നെഗറ്റീവ് തോട്ട്സിൻ്റെ എവിഡൻസ് കിട്ടുന്നത്.
കിട്ടുന്നത്. ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ആ സ്റ്റാഫ് പറയുന്നത് അന്ന് എൻ്റെ വീട്ടിൽ ഭയങ്കര അടിയായിരുന്നു എന്നിങ്ങനെ പറയും. അപ്പോൾ നമുക്ക് അവിടെ എവിഡൻസ് കിട്ടി, ഓ ഞാൻ വിചാരിച്ച് കൂട്ടിയതെല്ലാം തെറ്റായിരുന്നു എന്നൊരു എവിഡൻസ് കിട്ടും. ഇങ്ങനെ നമുക്ക് തോട്ട്സ് ഡയറി എഴുതാം. ഇപ്പം നമ്മളിപ്പോൾ 1 വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് എഴുതും. പിന്നെ ഈ സംഭവം ഉണ്ടായ ഉടനെ തന്നെ എഴുതി വെക്കണം എന്നൊരു നിർബന്ധമില്ല കേട്ടോ. നമുക്കിപ്പം നമ്മൾ ഓർത്ത് വെക്കുക, അപ്പം നമ്മുടെ മെമ്മറി പവറും കൂടെ ഓർത്ത് വെക്കുക. ഒരു ദിവസം കിടക്കുന്നതിന് മുന്നേ എടുത്തിങ്ങനെ ഈ സമയത്തായിരുന്നു, ഈ സിറ്റുവേഷനിലായിരുന്നു ഇങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സ് വന്നത്, അപ്പം ഞാൻ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഓൾട്ടർനേറ്റീവായിട്ട് ഇങ്ങനെ ചിന്തിച്ചു. അങ്ങനെ നമുക്ക് എഴുതി വെക്കാൻ പറ്റും. ഈ ഒരു 1 വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് എഴുതുക. ഈ 1 വീക്ക് കഴിഞ്ഞിട്ട് ജസ്റ്റ് എടുത്ത് നോക്കുക, അപ്പോൾ നമ്മുടെ തോട്ട്സുകൾ ഇങ്ങനെ ആയിരുന്നു. അപ്പോൾ നമുക്ക് തന്നെ നമ്മളൊന്ന് വിലയിരുത്താൻ പറ്റും. ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് ഈ 2 മെത്തേഡുകളാണ്. നമ്മുടെ നെഗറ്റീവും പോസിറ്റീവ്സും നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ തോട്ട്സ് ഡയറി എഴുതുക. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും ഒരുപാട് മാറ്റം നിങ്ങൾക്ക് തന്നെ കാണാനായിട്ട് പറ്റും. പിന്നെ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ മെഡിറ്റേഷൻ ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. അതായത് പലർക്കും പല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ എനിക്ക് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെഡിറ്റേഷൻ ടെക്നിക്കായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.